ഈശോയുടെ നാമത്തിന് എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക അധ്യായം 1. വരപ്രസാദത്തെ യാതൊരു സംഗതിയിലും നിഷേധിക്കാത്ത ഏറ്റവും നിസ്സാരമായ ഒരാത്മാവിൽ, അത്യുത്കൃഷ്ടമായ മറ്റൊരാത്മാവിൽ എന്ന പോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം പ്രത്യക്ഷമാകുമെന്നും എനിക്ക് ബോധ്യമായി. വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ സാരാംശം സ്വയം താഴുക എന്നതായിരിക്കെ, എല്ലാ ആത്മാക്കളും തങ്ങളുടെ പ്രബോധനങ്ങൾക്ക് തിരുസഭയെ പ്രകാശിപ്പിച്ചിട്ടുള്ള വിശുദ്ധ മൽപ്പാന്മാർക്ക് തുല്യരായിരിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വരുവാൻ നല്ല ദൈവത്തിന് അത്രയധികം താഴേണ്ടതില്ലെന്ന് തോന്നിപ്പോകും. എന്നാൽ നേരിയ സ്വരത്തിൽ കരഞ്ഞു കേൾപ്പിക്കാനല്ലാതെ യാതൊന്നും അറിഞ്ഞുകൂടാത്ത പൈതലിനെയും അവിടുന്ന് സൃഷ്ടിച്ചിട്ടുണ്ട്. മാർഗദർശനത്തിന് സ്വഭാവ പ്രമാണമല്ലാതെ മറ്റൊന്നുമില്ലാത്ത പാവപ്പെട്ട കാട്ടാളനെയും അവിടുന്നാണല്ലോ സൃഷ്ടിച്ചത്. അവരുടെ ഹൃദയങ്ങൾ വരെയുമാണ് താഴ്ന്നു വരുവാൻ അവിടുന്ന് കനിയുന്നത്. അവിടെയാണ് തൻ്റെ വയൽ പുഷ്പങ്ങൾ വളരുന്നത്. അവരുടെ സാരല്യമാണ് തന്നെ ഹർഷപരവശനാക്കുന്നത്. ഇപ്രകാരം താഴ്മയിലാണ് നല്ല ദൈവം തൻ്റെ അനന്തമായ മഹാത്മ്യം വെളിവാക്കുന്നത്. സൂര്യൻ സീഡാർ വൃക്ഷങ്ങൾക്ക് വെളിച്ചം നൽകുന്നതോടൊപ്പം ഓരോ ചെറുപുഷ്പത്തെയും അതുമാത്രമേ ഭൂമിയിൽ ഉള്ളൂ എന്നോണം തലോടുന്നത് പോലെ നമ്മുടെ കർത്താവ് ഓരോ ആത്മാവിൻ്റെയും പ്രത്യേക പരിചരണത്തിൽ അവളോട് സദൃശ്യമായി വേറെ ആരുമില്ലെന്ന വണ്ണം ബദ്ധശ്രദ്ധനായിരിക്കുന്നു. എത്രയും നിസ്സാരമായ ഡെയ്സി നിശ്ചിത ദിവസം വിടരത്തക്ക വിധം കാലാവസ്ഥകൾ പ്രകൃതിയിൽ ക്രമീകൃതമായിരിക്കുന്നത് പോലെ തന്നെ ഓരോ ആത്മാവിൻ്റെയും നന്മയ്ക്കായി സമസ്തവും സഹകരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, ഞാൻ എന്തിനാണ് ഇതെല്ലാം പറയുന്നതെന്ന് അമ്മ വിസ്മയിച്ചു പോകുമെന്ന് നിസ്സംശയം തന്നെയാണ്. കാരണം എൻ്റെ ജീവിത ചരിത്രത്തോട് ബന്ധമുള്ള യാതൊന്നും ഞാൻ ഇതുവരെയും പറഞ്ഞില്ലല്ലോ. എന്നാൽ എൻ്റെ ഓർമ്മയിൽ വരുന്നതെല്ലാം സ്വതന്ത്രമായി എഴുതാനാണല്ലോ അമ്മ എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നത്. ആകയാൽ ഞാൻ എഴുതുവാൻ പോകുന്നത് വാസ്തവത്തിൽ എൻ്റെ ജീവിത കഥയായിരിക്കുകയില്ല. നല്ല ദൈവം എനിക്ക് നൽകുവാൻ കഴിഞ്ഞ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളായിരിക്കും അവ. കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ സൗകര്യമുള്ള ഒരു ജീവിതഘട്ടത്തിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂശയിൽ എൻ്റെ ആത്മാവിന് പാകത വന്നിട്ടുണ്ട്. കൊടുങ്കാറ്റിനാൽ ദൃഢത പ്രാപിച്ച പുഷ്പത്തെ പോലെ ഞാനിപ്പോൾ തലയുയർത്തി നിൽക്കുകയാണ്. 22-ാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ എന്നിൽ നിറവേറിയതായി എനിക്ക് അനുഭവപ്പെടുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവ് വരികയില്ല. ഹിതകരവും സമൃദ്ധവുമായ മേച്ചിൽ പുറങ്ങളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. നീർച്ചാലുകളുടെ അരികിലൂടെ സുഗമമായി അവിടുന്ന് എന്നെ നയിക്കുന്നു. ക്ഷീണം കൂടാതെ എൻ്റെ ആത്മാവിനെ നടത്തുന്നു. മരണത്തിൻ്റെ നിഴലുള്ള താഴ്വരയിൽ ഇറങ്ങുമ്പോൾ പോലും യാതൊരു തിന്മയെയും ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവെ, അങ്ങ് എന്നോടുകൂടെ ഉണ്ടായിരിക്കുമല്ലോ. കർത്താവ് എൻ്റെ നേർക്ക് സഹതാപവും അത്യന്തമായ സൗമ്യതയും, ശിക്ഷിക്കുന്നതിൽ വൈമനസ്യവും കാരുണ്യത്തിൽ ഉദാരതയുമാണ് സദാ ദർശിപ്പിച്ചിട്ടുള്ളത്. ആകയാൽ എൻ്റെ അമ്മേ, അങ്ങയുടെ അടുത്ത് നിന്ന് കർത്താവിൻ്റെ കാരുണ്യം പ്രകീർത്തിക്കുവാൻ ഞാൻ വരുന്നത് ആനന്ദത്തോടെയാണ്. യേശു അറുത്തെടുത്ത ചെറുപുഷ്പത്തിൻ്റെ ചരിത്രം ഞാൻ എഴുതാൻ പോവുകയാണ്. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ആകയാൽ ശൈലിയെക്കുറിച്ചോ വിഷയത്തിൽ നിന്ന് വന്നേക്കാവുന്ന നിരവധി വ്യതിചലനങ്ങളെക്കുറിച്ചോ ഉത്കണ്ഠയൊന്നും കൂടാതെ തികഞ്ഞ ആത്മസമർപ്പണത്തോടു കൂടെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അവ്യക്തമായി സംസാരിക്കുവാൻ മാത്രം ശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അന്തർഗതങ്ങൾ ഗ്രഹിക്കുവാൻ മാതൃഹൃദയത്തിന് സാധിക്കുമല്ലോ. അതുപോലെ എൻ്റെ ഹൃദയത്തിന് രൂപം നൽകുകയും യേശുവിന് സമർപ്പിക്കുകയും ചെയ്ത അമ്മ എൻ്റെ ആശയങ്ങൾ ഗ്രഹിക്കുകയും ഊഹിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു ചെറുപുഷ്പത്തിന് സംസാരിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ദൈവം അതിനുവേണ്ടി ചെയ്തിട്ടുള്ളതെല്ലാം അത് സരളമായി വിവരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറയ്ക്കുവാൻ അത് ശ്രമിക്കുകയില്ല. അഴകില്ലെന്നോ സൗരഭ്യമില്ലെന്നോ വെയിലുകൊണ്ട് അല്ലികൾ വാടിപ്പോയെന്നോ കാറ്റ് നിമിത്തം തണ്ടിന് കേടുപറ്റിയെന്നോ വാസ്തവം നേരെ മറിച്ചാണെന്ന് ബോധ്യമുള്ളപ്പോൾ
കപട വിനയം മൂലം അത് പറയുകയില്ല. തന്റെ ചരിത്രം വെളിപ്പെടുത്തുവാൻ പോകുന്ന പുഷ്പത്തിന് യാതൊരു അർഹതയുമില്ലാതെ യേശുവിന്റെ കാരുണ്യത്താൽ മാത്രം സിദ്ധിച്ച സൗജന്യ ദാനങ്ങൾ പ്രസിദ്ധമാക്കേണ്ടി വന്നിരിക്കുന്നതിനാൽ അവൾ ആഹ്ലാദം കൊള്ളുന്നു. അവിടുത്തെ തൃക്കടാക്ഷത്തെ ആകർഷിക്കുവാൻ പര്യാപ്തമായി തന്നിൽ യാതൊന്നുമില്ലെന്നും നന്മയായിട്ടുള്ളതെല്ലാം അവിടുത്തെ കാരുണ്യത്തിന്റെ ഫലം മാത്രമാണെന്നും അവൾക്കറിയാം. കന്യോജിതമായ സൗരഭ്യത്താൽ പരിപൂരിതമായ ഒരു പുണ്യഭൂമി അതിനെ നട്ടു വളർത്തിയത് അവിടുന്ന് തന്നെയാണ്. ധവളദീപ്തങ്ങളായ 8 ലില്ലി പുഷ്പങ്ങളെ അവൾക്ക് മുന്നോടികളായി അവിടെ അയച്ചതും അവിടുന്ന് തന്നെയാണ്. വിഷലിപ്തമായ ലോകാന്തരീക്ഷത്തിൽ നിന്ന് തന്റെ ചെറുപുഷ്പത്തെ സംരക്ഷിക്കുവാൻ സ്നേഹം നിമിത്തം അവിടുന്ന് തിരുമനസ്സായി. ദളങ്ങൾ പതുക്കെ വിടർത്തി തുടങ്ങിയപ്പോൾ തന്നെ ആ ദിവ്യരക്ഷകൻ അവളെ കാർമൽ മലയിലേക്ക് പറിച്ചു നട്ടു. അവളുടെ ജീവിത വസന്തത്തിൽ തങ്ങളുടെ രുചിര സൗരഭ്യം പ്രസരിപ്പിച്ചുകൊണ്ട് അവളെ പരിചരിക്കുകയും സുഖകരമായി അവളെ നാട്ടുകയും ചെയ്തിരുന്ന 2 ലില്ലി പുഷ്പങ്ങൾ നേരത്തെ തന്നെ അവിടെ സ്ഥലം പിടിച്ചിരുന്നു. കന്യകമാരുടെ മണവാളന്റെ പൂന്തോട്ടത്തിൽ ചെറുപുഷ്പം വേരുട്ടുറച്ചിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. 3 ലില്ലികൾ സുരഭില ദളങ്ങൾ വിരിച്ചുകൊണ്ട് ഇപ്പോൾ അവളുടെ സമീപത്ത് നിൽക്കുന്നു. വേറൊരു ലില്ലി യേശുവിന്റെ തൃക്കടാക്ഷത്തിന് കീഴിൽ വികസിച്ചുകൊണ്ട് അല്പം അകലെ നിൽക്കുന്നു. ഈ പുഷ്പങ്ങളെയെല്ലാം ഉൽപ്പാദിപ്പിച്ച 2 തണ്ടുകൾ എന്നേക്കുമായി സ്വർഗരാജ്യത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തിരിക്കുന്നു. വികസിച്ച് കാണാൻ ഈ ലോകത്തിന് സാധിക്കാതെ വന്ന 4 ലില്ലികളെ അവർ അവിടെ കണ്ടെത്തിയിരിക്കുന്നു. ശേഷമുള്ള പൂക്കളെ ഈ വിദേശത്ത് വിപ്രവാസികളായി ദീർഘകാലം ഉപേക്ഷിക്കാതിരിക്കുവാൻ യേശുവിന് കനിവുണ്ടാകട്ടെ. ലില്ലിച്ചെടി മുഴുവനും സ്വർഗത്തിൽ വേഗം സമ്പൂർണമാകട്ടെ.